എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് പറയാന്ന് വെച്ചാൽ, മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത്, ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഷാജിദ പറയണത് കേട്ടില്ലേ, പുതിയൊരു ഇതുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ആദ്യം എന്താണ് അവൾ പറഞ്ഞത്, കല്യാണം കഴിച്ചു, ഇതാണ് എൻ്റെ മഹർ, പേര് ഉള്ള ഒരു ലോക്കറ്റ് ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആരെ കാണിക്കാനാണ്? ഇത് സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കില്ല. ഇത് ആരെ കാണിക്കാനാണ് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് റിയാക്ഷൻ ചെയ്യുന്നവരെ പഴി പറഞ്ഞിട്ടത് യാതൊരു കാര്യമില്ല. എല്ലാവരും ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും പൊട്ട കള്ളങ്ങൾ വിളിച്ച് പറയുന്ന ഈ 5 മക്കളുള്ള ഈ ഷാജിദയുടെ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയും ഒരു പെണ്ണ് അധപ്പതിച്ച് പോവും? ഇത്രയ്ക്ക് മാത്രം അധപ്പതിക്കാൻ എന്താണ് ഷാജിദ? നിനക്ക് ഇത്രയ്ക്ക് മാത്രം വിവരമില്ല. ഒന്നില്ലെങ്കിലും ഒരു ജീവിതം കഴിഞ്ഞ 5 മക്കളുടെ തള്ളയിൽ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ആ മക്കളാണ് അനുഭവിക്കുന്നത് എന്ന് കുറച്ചെങ്കിലും ചിന്തിച്ചിട്ട് ആണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കണം. അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. എന്താണ് ഷാജിദ, നീ ഇപ്പോൾ എല്ലാ യൂട്യൂബ് തുറന്നു നോക്കിയാൽ മൊത്തം നിൻ്റെ പല അവിഹിത കഥകളാണ് പറയുന്നത്. അതിൻ്റെ മേൽ ഇങ്ങനെയൊരു ഇതും കൂടെ പറഞ്ഞാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. നീ തന്നെയല്ലേ വന്ന് വീഡിയോയ്ക്ക് മുമ്പിൽ പറഞ്ഞത്? ഞങ്ങൾ ആരെങ്കിലും ആണോ വന്ന് പറഞ്ഞത്? നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഞങ്ങൾ ആരെങ്കിലും ആണോ പറഞ്ഞത്? നീ തന്നെയല്ലേ വന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. നീ തന്നെയല്ലേ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇതാണ് എൻ്റെ മഹർ കൊണ്ടിട്ടു, ലോക്കറ്റിന് വരെ 2 ദിവസം കഴിയും, കണ്ണൂർ വെച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, ഞങ്ങളുടെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല, അറിയാതെ തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് നീ തന്നെയല്ലേ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വയനാട് പോയത് എന്നൊക്കെ നീ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം ബാക്കിയുള്ളവരുടെ തലയ്ക്ക് എന്തിനാണ് എടുത്തിടുന്നത്? എല്ലാം നീ തന്നെ വരുത്തി വെച്ചിട്ട് ഇതെല്ലാം ബാക്കിയുള്ളവരുടെ തലയ്ക്ക് ഇടുന്നതിൻ്റെ കാരണം എന്താ മനസ്സിലായില്ല. അപ്പോൾ അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കൂ. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം, എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം എനിക്ക് അവർക്കൊരു, പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഷാള് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത്. പക്ഷെ ഇത് ഒരുപാട് എന്താ പറയുക വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി, കാസർഗോഡുള്ള ചെറുക്കനാണ്. അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചത്, താലി, അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത്. പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു. പിന്നെ വേറെ ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. ഹണി ട്രാപ്പ്, അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു. അവൻ്റെ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കാണ്, പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ്, കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം.
അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്. പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരുടെ തന്നെ ഞാൻ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം ഇതാണ് പറയാനുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചോദിക്കും. തെറ്റാണ് ചെയ്തത്, എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു. പക്ഷെ ആ ഒരു പിന്നെ 10-26 വയസ്സായ ചെക്കൻ്റെ ജീവിതം നീ തൊലച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നോ അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല. ഒരിക്കലും ഞാനത് ചെയ്യാത്തിടത്തോളം കാലം, ഞാൻ എൻ്റെ വായം കൊണ്ട് പറയാത്തിടത്തോളം കാലം ഒരിക്കലും അവൻ എന്നെ കല്യാണം കഴിച്ചു എന്നോ ആവില്ല. ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു. പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു, അവൾ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു, രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിന്നെ മെയിനായിട്ട് ഇത് എടുത്തിട്ടത് സൂഫി സഫർ ചാനലാണ്. അപ്പം അയാളാണ് ഇത് മെയിനായിട്ട് എടുത്ത് പ്രചരിപ്പിച്ചത്. കാരണം അതിൻ്റെ ആവശ്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അയാൾ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ അയാളോട് ഇന്ന ആളാണ് എങ്ങനെയെന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷെ അയാളോട് വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അയാളാണ് വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ എന്താ പറയുക, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേറെ എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ മറ്റന്നായിട്ട് ഇൻ്റർവ്യൂ വരും. അതിൽ നിങ്ങൾ കണ്ടോളി ഫുള്ള്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇൻ്റർവ്യൂ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ കാര്യങ്ങളും നിൻ്റെ ചാനൽ, ഞാൻ എന്താ പറയുക, ഇൻ്റർവ്യൂവിലാണല്ലോ ഈ കല്യാണത്തിനെ കുറിച്ച് ഫുൾ പറയുന്നത്. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ ഞാൻ പറയുന്നുണ്ട്. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇതിനെ ചൊല്ലിയിട്ട് ഇനി വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൾ അതിന് വേണ്ടിയിട്ടാണ്, ഇവൾ ഇതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നിങ്ങൾ പറയണവർക്ക് പറയാം. ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. ഇതിൽ കൂടുതൽ എന്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ചെറുക്കൻ്റെ, ഒരു 26 വയസ്സായ ചെറുക്കൻ്റെ ഇത് വെച്ചിട്ടാണ് ഇവള് പന്താടിയിരിക്കുന്നത്. ആ ചെറുക്കൻ്റെ വിവാഹം ഉറപ്പിച്ചു, വേറൊരു വിവാഹം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുടങ്ങിപ്പോയി എന്നൊക്കെ പല ഇതിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് വന്നാലും നീ തന്നെയാണ് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിന് മുമ്പിൽ, ഇത്രയും വലിയൊരു പബ്ലിക്കിന് മുമ്പിൽ നീ തന്നെയാണ് നിൻ്റെ വില കളഞ്ഞത്. ആ മക്കളുടെ ഭാവിയെക്കുറിച്ചെങ്കിലും നീ ചിന്തിച്ചോ ഷാജിദ? ഞങ്ങളൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങളിലേക്ക് നീ വന്നിട്ട് ഭീഷണിപ്പെടുത്തി. അതുപോലെ തന്നെ ഞാൻ ചെയ്തതിന് എന്നെ ഒരു പെണ്ണിനെ വെച്ച് ഇതാക്കുന്നത് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ എന്നെ കുറേ കളിയാക്കി. ഇപ്പോൾ ആ കളിയാക്കിയ ഇവരന്മാരൊക്കെ ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഇവളുടെ വായ കൊണ്ട് തന്നെ ഇപ്പോൾ സൂഫി സഫർ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അയാൾ നിൻ്റെ വായിൽ നിന്ന് പലതും വീഴാൻ വേണ്ടിയിട്ടാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞത് എന്താണ്, അതും നീ സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു 26 വയസ്സായ ഒരു ചെറുക്കനെ എന്താണ് ഇത്തിരി പ്രായമുള്ള ഒരാൾ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് 5 മക്കളുള്ളത്, അത് ആരും സമ്മതിക്കില്ല. അപ്പോൾ ഹണി ട്രാപ്പ് തന്നെ എല്ലാവരും പറഞ്ഞുണ്ടാക്കുള്ളൂ. ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഷാജിദ എന്ത് ന്യായീകരണം പറഞ്ഞാലും ഇതൊന്നും അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. ഒരു പെണ്ണിനും ചേരാത്ത പ്രവൃത്തിയെ, നാറിയ പ്രവൃത്തിയാണ് ഷാജിദ എന്തായാലും ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലത്. ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു പൊറുക്കപ്പെടാത്തൊരു തെറ്റ് തന്നെയാണ് ഷാജിദ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എന്ത് ഇത് തന്നെയാണെങ്കിലും ഇതിപ്പോൾ ഒരു മാസത്തിന് വേണ്ടിയിട്ട് നീ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നീ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാലും എനിക്ക് നിൻ്റെ വായ കൊണ്ട് തന്നെ ഇത് വീണു. ഇതിപ്പോൾ ഇനിയും നീ തന്നെ പിടിച്ചു നിൽക്കണ്ടേ, ഈ സമൂഹത്തിൽ നീ തന്നെ ഇനിയും പിടിച്ചു നിൽക്കണ്ടേ. അപ്പം നിൻ്റെ വില എത്രമാത്രം പോയി. ഇനിയിപ്പോൾ എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങളും നടത്തപ്പെടേണ്ട ഒരു വേദിയല്ല ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന നമ്മുടെ ജീവിതകഥകൾ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചെങ്കിലും സൂക്ഷിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഇല്ലെങ്കിൽ അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. ഷാജിദ നീ ചെയ്യുന്നത് ഇത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. ആ 5 മക്കളെ ഓർത്തിട്ടെങ്കിലും നീ ഇങ്ങനെയുള്ള കളികളൊക്കെ ഇനിയെങ്കിലും നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയെങ്കിലും നിർത്തുക, അല്ലെങ്കിൽ ഇതിന് ഇനിയും ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ എല്ലാവരും സ്പ്രെഡായി കഴിഞ്ഞു. നീ ആ ഒരു വീഡിയോ മൈ ലവ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വേറെ ആരുമല്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞതിൻ്റെ പുറത്ത് തന്നെയാണ് എല്ലാവരും റിയാക്ട് ചെയ്തതും എല്ലാവരും വീഡിയോ ചെയ്തതും. അല്ലാതെ വേറെ ആരും സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും നിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ മറ്റുള്ളവർ തലക്കിട്ടിട്ട് സ്വയം ഇതാവാൻ നോക്കണ്ട. നീ തന്നെയാണ് ഇതിന് തെറ്റുകാരി. എല്ലാവരും മീഡിയയ്ക്ക് മുമ്പിൽ, അതുപോലെ തന്നെ വലിയ വലിയ ഇൻ്റർവ്യൂവിനടക്കം നീ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞു, കണ്ണൂരാണ് ചെറുക്കൻ. ഇപ്പം ഞാൻ പേര് ഇത് ചെയ്യുന്നില്ല. ഞാൻ വഴിയെ
പറയാം ചെറുക്കന് 27 വയസ്സാണെന്നുള്ളതൊക്കെ നീ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, എൻ്റെ വായ കൊണ്ട് പറഞ്ഞാലല്ലേ അതാവുള്ളൂ. നീ തന്നെയല്ലേ എല്ലാവിടെയും പറഞ്ഞത്, ഞങ്ങളാരും എടുത്ത് പറഞ്ഞിട്ടില്ല. നീ തന്നെയാണ് എല്ലാ ഭാഗത്തും എൻ്റെ വിവാഹം കഴിഞ്ഞു, ഇന്നടത്താണ് ചെറുക്കൻ, എൻ്റെ വീട്ടുകാർക്കും അറിയില്ല, അവൻ്റെ വീട്ടുകാർക്കും അറിയില്ല, എൻ്റെ മക്കൾക്കും അറിയില്ല, പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മക്കൾ അറിഞ്ഞെന്നൊക്കെ നീ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾ ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇത് നീ തന്നെ പറയുന്നു, നീ തന്നെ തിരുത്തി പറയുന്നു. ഇത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ ഷാജിദ ശ്രമിക്കുക. ഒന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇത് രണ്ട് വെള്ളത്തിലും കൂടെ കാലിട്ടിട്ട് നിന്നാലുണ്ടല്ലോ ആ മക്കളുടെ ഭാവിയാണ് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് നിനക്ക് വലിയ ഇതുണ്ട്, വലിയ യൂട്യൂബ്. അപ്പോൾ ഇതൊക്കെ നിൻ്റെ വില തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് നമ്മുടെ ജീവിതകഥ പറയുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോയിട്ട് പല രീതിയിലായിരിക്കും പോകുന്നത്. ഇനിയെങ്കിലും സൂക്ഷിച്ച് മുന്നോട്ട് പോകും, ഇല്ലെങ്കിൽ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ നിനക്ക് ഒരുപാട് പേരുദോഷമായി. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി ഉള്ള സത്യാവസ്ഥകൾ പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിലുണ്ടല്ലോ ആ മക്കളുടെ ഭാവിയെങ്കിലും ഓർത്തിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനേക്കാളും അപ്പുറം ഇത് കൊടുക്കേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞ് ഷാജിദ ഇത് മാത്രമാണ് ആളുകൾക്ക് പറയാനുള്ളത്. അതിനുള്ള വേദി നീ തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത്. അല്ലാതെ ഞങ്ങളാരും സ്വയം ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ആരും ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല. നീ കാണിക്കുന്ന പ്രവർത്തികളാണ് എല്ലാവരും അതെടുത്ത് ചെയ്യുന്നത്. ഇതൊക്കെ സമൂഹത്തിന് തെറ്റായൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. എന്താ എനിക്ക് ചെറിയ ചെറുക്കനെ കല്യാണം കഴിച്ചാൽ പറ്റില്ല എന്നൊക്കെ നീ തന്നെയല്ല ആ ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നീ പറയുന്നത് ഓൺ വോയിസിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്താണ്, ഞാൻ ചെറിയ ചെറുക്കനെ കല്യാണം കഴിച്ചാൽ എന്താ എനിക്ക് പറ്റില്ലേ, ഇതിനെ ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ എന്താണ് നീ തന്നെ പറഞ്ഞത്. എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിച്ചാൽ പറ്റില്ലേ, ഇതൊക്കെ നീ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ വേറെ ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അതെല്ലാം ഇത് ഈ റിയാക്ഷൻ ചെയ്തവരെല്ലാം അവൻ്റെ ഇഷ്ടപ്രകാരം എടുത്ത് നിന്നെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്, നിൻ്റെ ഇത് നിർത്താൻ വേണ്ടിയിട്ട്, നിന്നെ സ്വയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂവിയതാണ്. അവരുടെ ഇഷ്ടപ്രകാരം അവരെ വിളിച്ചു കൂവിയതാണ്. കുറച്ചൊക്കെ ബുദ്ധിയോടുകൂടി സംസാരിക്കുക ഷാജിദ. കുറച്ചെങ്കിലും ബുദ്ധി കാണിക്കുക. ഒന്നില്ലെങ്കിൽ 10-32 വയസ്സായി എന്ന് പറയുന്നുണ്ടല്ലോ, ഇത്രയും വർഷത്തെ ലോകവിവരമില്ല. ഇനിയെങ്കിലും കുറച്ച് ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഇല്ലെങ്കിലുണ്ടല്ലോ നിനക്ക് ഈ നഷ്ടപ്പെട്ടതൊന്നുമല്ല, ഇതിൽ അപ്പുറം നിനക്ക് ഉള്ള വില കംപ്ലീറ്റ് പോയി. നിനക്ക് സഹതാപം തോന്നി സഹായിച്ചവരെല്ലാം ഇപ്പം നിന്നെ എതിര് പറയുന്നൊരു ഇതായി. ഇപ്പോൾ പറയുന്നു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരുന്നു. എന്താ അറിയായിരുന്നു? അങ്ങനെ അറിയുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീഡിയോയിലേക്ക് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് അല്ലേ. നമ്മൾ ഇത് ചെയ്യുമ്പോൾ അവർക്ക് ഇത് തോന്നിയിട്ട് അവരിങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമിച്ചു ഷാജിദ, നിന്നെ നമിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് മാത്രം നാറിയ കളിയാണ് നീ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ യൂട്യൂബിൽ കളിച്ചത്. എന്തായാലും ഇതുകൊണ്ട് നിനക്ക് കുറച്ച് റീച്ച് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ നിനക്ക് ഉണ്ടായ നിനക്ക് കുറച്ചൊക്കെ നിലയും വിലയും ഉണ്ടായിരുന്നു ആ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ. നീ ഒരു 5 മക്കളുടെ ഉമ്മ എന്നുള്ള ഇതിൽ കുറച്ചൊക്കെ നിലയും വിലയും ഉണ്ടായിരുന്നു. അത് നീ തന്നെയായിട്ട് കളഞ്ഞു പൊളിച്ചു. എന്ത് തന്നെയാണെങ്കിലും നന്നായി. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കണം. എന്താ വെച്ചാൽ അത്രയ്ക്ക് മാത്രം ഇത് തോന്നുന്നൊരു ഇതാണ്. ഇനി ഇവളുടെ വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി ഇത് മാത്രമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാലും ഓരോന്ന് ഇവള് തന്നെയാണ് എടുത്തിടുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളത് ആ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് അതിൻ്റെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. എന്തായാലും ഭയങ്കര തൊലിക്കട്ടിയാണ് ഷാജിദ, നിനക്ക് ഭയങ്കര തൊലിക്കട്ടിയാണ്, സമ്മതിച്ചു. എന്തായാലും ഇത് നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന് എന്തായാലും നീ കൊടുക്കുന്നത്. ഇങ്ങനെ നാറിയ കളി കളിച്ചിട്ട് ഒരിക്കലും നീ ആ ചെറുക്കൻ്റെ ജീവിതം തുലച്ചിട്ട് വേണ്ടായിരുന്നു നിൻ്റെ ഇങ്ങനത്തുള്ള കളി. കല്യാണം കഴിഞ്ഞു എന്ന് പറയാം, പിന്നെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയാം കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. ഇത് കൈവിട്ട കളിയായി പോയപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു നാടകമായിട്ട് വന്നിരിക്കുന്നത്. ഇത് നാടകം തന്നെ പറയണം, അല്ലാണ്ട് എന്താ പറയേണ്ടത് ഇതിനൊക്കെ. ഇത് ഇവള് സ്വയം വരുത്തി വെച്ച് വേന തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തായാലും എനിക്കിപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, പറഞ്ഞു മടുത്തു. അത്രയ്ക്ക് മാത്രം ഇതാണ് കോലാഹലങ്ങളാണ് ഇവള് വരുത്തി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയുള്ള എൻ്റെ ഇനി ഒന്നും എനിക്ക് പറയാനില്ല. ഇനി ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ട് എന്നെ കളിയാക്കിയവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവള് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്രയും മതി. എന്നെ ഒരുപാട് പേര് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഉടനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എന്തായാലും ഷാജിദ നമിച്ചു. നല്ല പ്രവൃത്തിയാണ് നീ ചെയ്തത്. ഒരു ചെറുക്കൻ്റെ
അവനവൻ്റെ ജീവിതം വെച്ചിട്ട് ഇങ്ങനെയുള്ള കളികൾ കളിക്കുമ്പോൾ കുറച്ചെങ്കിലും ലോജിക്ക് വേണം, കുറച്ചെങ്കിലും ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലാതെ ഇങ്ങനെയുള്ളതൊക്കെ വിളിച്ച് പറയുമ്പോഴുണ്ടല്ലോ ഇത് എന്താണ് ഒരു ചെറിയൊരു ഇതൊന്നുമല്ല, നീ പറയുന്നത് പോലെ എന്തും വിളിച്ച് പറയാൻ പറ്റുന്നൊരു വേദിയല്ല ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. പല രീതിയിൽ മില്യൺ കണക്കിന് ആണ് ആളുകൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല രീതിയിലും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി, മില്യൺ കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു. നിൻ്റെ ആ ഒരു നല്ലൊരു ഇമേജ് മൊത്തം പോയി കഴിഞ്ഞു ഈ ഒരു ഇത് കാരണം, നിൻ്റെ ഈ ഒരു നാറിയ പ്രവൃത്തി കാരണം. എന്ത് തന്നെയാണെങ്കിലും നിന്നെ നമിച്ചു. ഇത്രയുള്ള എൻ്റെ, ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.